അവലേ ഇല്ലല്ലോ. ഞാൻ പോവാണേ. എൻ്റെ മണ്ട കയറിന്നു. ശാമ്പവിയുടെ സ്കെച്ച്, നാരായണൻ്റെ സ്കെച്ചൊക്കെ എടുക്കാതിരിക്കാൻ വേണ്ടി നോക്കിയാൽ കൊള്ളാം. നീ എന്നാ തുളച്ചാലും. അല്ല, ഞാൻ എന്തിനാ അവിടെ പോയേ? അയൽക്കൂട്ടത്തിൽ പോകാൻ ഇത്രയൊക്കെ ഗെറ്റപ്പ് വേണോ? എന്താ അയൽക്കൂട്ടം തന്നെ മോശമാണോ? എനിക്ക് ചപ്പ് കിടക്കുന്നുണ്ടോ? അവിടെ സിംബു, അയൽക്കൂട്ടത്തിന് പോവാ, വരുന്നോ? പിന്നെന്താ കുഴപ്പം? പോകുന്നുണ്ടെങ്കിലേ കൊടുക്കാന്നോർത്ത്. ഇതൊക്കെ പെട്ടെന്ന് വളർന്നല്ലോ ഈ ചപ്പല്ല കാള. പിന്നെന്നാ ചുമ്മാ ഇരിക്കുവാണെ അവിടെ ഇരിക്കാൻ നോക്കാം. വെറുതെ ഇരിക്കുകയാണ് ഇരിക്കാന്ന് വെച്ചത്. അയൽക്കൂട്ടത്തിലാവുമ്പോൾ ഒന്ന് വന്ന് ഇട്ട് പോകാമല്ലോ. എന്താ പറയാ, അല്ല ചോറുണ്ടല്ലോ നമുക്ക്. അപ്പോൾ തക്കാളിയും സവാളയും സംഭവം എല്ലാം കൂടെ വഴറ്റി ചോറെടുത്ത് അതിനകത്തോട് കുടഞ്ഞിടുന്നു, കടുക് പിടിച്ചിട്ട് ഇളക്കുന്നു. എന്നമ്മേ പല രീതിയിലൊക്കെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ പിന്നെ ശാമ്പവി ചോറില്ലാൻ വരുമ്പോഴേക്കും ചെയ്യുന്ന പരിപാടി. അങ്ങനെ ആകുമ്പം നെയ്യോടെ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നെയ്യിൽ നിർബന്ധമൊന്നുമില്ല. അങ്ങ് ഇളക്കി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ കറിയൊന്നും വേണ്ടല്ലോ. ആ കളറൊക്കെ കാണുമ്പോൾ പിള്ളേർ വെള്ളം കഴിച്ചോളും. അത് പിന്നെ എന്നാ കുഴപ്പം? വല്ല രസം വെക്കണമല്ലേ? ഞാൻ വിളിച്ചപ്പോൾ എടുക്കുന്നില്ല. ആദ്യം വിളിച്ചപ്പം പിന്നെ ഞാൻ ഓർത്തൊന്നും ഇന്ന് വരുന്നില്ലായിരിക്കും എന്നോർത്ത് പിന്നെ ഒന്നുകൂടെ ഒന്ന് ഇറങ്ങിയപ്പോൾ ഒന്ന് വിളിച്ചേക്കാം എന്ന് കരുതി ഒന്ന് വിളിച്ചതാ. ചെറിയൊരു പരിപാടിയുണ്ട്, പോയിട്ടില്ല. ഏർമാടം മൊത്തം ശരിയാക്കിയിട്ടില്ലായിരുന്നു. അതിൻ്റെ കുറച്ച് പരിപാടി ഇന്ന് ചെയ്ത്. അപ്പോൾ ഇപ്പോൾ പുറത്ത് പോകേണ്ട ഒരാവശ്യം വന്നപ്പം നിർത്തി. തീർന്നില്ല, ഇനിയുണ്ട്, കുറച്ചും കൂടെ തെറ്റാനുണ്ട്. അവിടെ അതുകൊണ്ട് ഞാനെടുത്ത് വാങ്ങി വെച്ചായിരുന്നു. ഞാൻ നിന്റെ അടുത്ത് പൈസ ഇല്ല. ഞാനവിടെ പോകും. അയൽക്കൂട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി താമസം വന്നു. നാളെ ഓഡിറ്റിംഗ് ആണ്. അപ്പോൾ കുറച്ച് എഴുതാനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എഴുതി മുടിച്ചിരി താമസിച്ചു. ഇച്ചിരി മുന്നേ വരേണ്ടതാണ്. പിന്നെ കുറച്ചൊക്കെ ഉണ്ട്. അതാ ചേച്ചി എഴുതിക്കോളാമെന്ന് പറഞ്ഞ്. നല്ല കാറ്റ്. നല്ല പ്രകൃതി രമണി.
കൊള്ളാം കേട്ടോ, അടിപൊളി. ഈ ഒരു സമയമുണ്ടല്ലോ, വെയിലുമില്ല ഒന്നുമില്ല, ഒരു സമയമുണ്ടോ അടിപൊളിയാണ്. മഴ ഉണ്ടാവരുത്. നേരത്തെ ഇറങ്ങിയാലും ഉണ്ടല്ലോ, ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു നേരമാകും. അതിനാണ് ശാംഭവി നാരായണി പറയുന്നത്. അമ്മയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അമ്മ വർത്തമാനം പറഞ്ഞാലോടത്ത് നിൽക്കുമെന്ന്. ആ കട തുറന്നിട്ടുണ്ടോ? ഇല്ലേ, ഇല്ലായിരിക്കും. ഓ വേണ്ട, തുറന്നില്ല. പിന്നെ നല്ല കാറ്റ്. മഴ വരുന്നല്ലോ. നല്ല മഴ. ലൈറ്റൊക്കെ ശരിയാക്കിയോ? കൊള്ളാലോ. ഞാനിങ്ങനെ അലറിക്കൊണ്ട് വരണമായിരിക്കും. ദേ ഞാൻ വന്നേ, വീഡിയോ എടുക്കുകയോ നാട്ടുകാരെ, ഇങ്ങനെ വരണോ? എന്നാ അവർ ഉദ്ദേശിക്കുന്നത് ആർക്കറിയാം. നോക്കിയേ, ഇവിടെ ആരുമില്ലേ? എല്ലാവരും ഓരോരുത്തരും ഓരോ പണിയിലാണ്. അപ്പ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഇതോ ഒരു ജോലിക്ക് പോയതാ. ഇവിടെ ഒരു വീട്ടിൽ 2 AC വെക്കാനുണ്ടായിരുന്നു. അതിൻ്റെ വയറിങ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വർക്ക് കഴിഞ്ഞു. ആ
ഇവിടുത്തെ ലൈറ്റ് മാറ്റിയായിരുന്നു. ഇവിടെ വെട്ടമുള്ളതാക്കി. സെൻസർ തന്നെ, പക്ഷെ ഇച്ചിരി കൂടെ വെട്ടം കൂട്ടി. ആരുമില്ലേ ഇവിടെ? നീ ആ വെളിയിലെ ലൈറ്റ് കണ്ടായിരുന്നോ? എപ്പോൾ കണ്ടു? ഏത് ലൈറ്റ്? ആ, ഇതെപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എപ്പം? അതാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കത്ത്. ഞാൻ നീ വന്നാ, നീ ചേട്ടാ വന്നാന്ന് ഓർത്ത് നോക്കുമ്പോ അല്ല. ആണോ? ഇപ്പൊ കേട്ടല്ലോ. ആ, എന്നേലും അവിടെ കോഴി ആ മരത്തായിരിപ്പില്ല, അതായിരിക്കും. ഇച്ചിരി അങ്ങോട്ടായിരിക്കുന്നത്. കോഴി കിടന്ന് പിടയ്ക്കുന്നതായി. കാരണം ഇങ്ങനെ നമ്മൾ ചെല്ലുമ്പോഴാണ് കത്തണ്ടേ. ഇവിടം വരെ പോകുമ്പോൾ കത്തും. ഇവിടം വരെ വരണോ? ഞാൻ ബൈക്കിനാടി വന്നേ. ആ ആ സെൻസർ ഇച്ചിരി മുകളിലോട്ട് പൊക്കിയാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് താഴെ ചെന്നാലേ ആകത്തുള്ളൂ. ചോറ് തിന്നുന്നില്ലല്ലോ. ഒരു നേരമല്ലേ ആട് ഇടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും തേണ്ടേ മൊത്തം തിന്നോണം. എനിക്കൊന്നും വേണ്ട, ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അടവാണ്. കറണ്ട് പോയി. ഞാൻ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്നെ എന്തൊക്കെ പറയാൻ അറിയാവോ?